ഷാലോസ് മ്യൂസിക്കൽ കോഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഷാലി സിജി. നമ്മൾ സൺഡേ ഒന്നും വീഡിയോ ചെയ്യാതിരുന്നതുകൊണ്ട് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, ചേച്ചി എവിടെയാണ് വീഡിയോ എന്തൊന്നും കാണാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് മലേഷ്യയിലാണ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ മണാലിയിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഒത്തിരി പേര് പറഞ്ഞു, ചേച്ചി എപ്പോഴും ടൂർ എന്നൊക്കെ പറയുന്നുണ്ട്, ഒരു വീഡിയോ പോലും ചെയ്യുന്നില്ല എന്നൊന്ന് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ നമ്മൾ ഇപ്പം എനിക്ക് കൂടുതൽ ഇങ്ങനെയൊക്കെ നമുക്ക് കാണാനൊക്കെ ഉള്ളപ്പോൾ വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇന്നലെ നമ്മളിവിടെ ലാൻഡ് ചെയ്തേ. ഇന്നലെ വന്നതിന് ശേഷം അതിൻ്റെ ക്ഷീണങ്ങളൊക്കെ ആയതുകൊണ്ട് ഇന്നലെ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ട്വിൻ ടവർ കാണാൻ പോവുകയാണ്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ട്വിൻ ടവർ ഏറ്റവും ഫേമസ് ആണല്ലോ മലേഷ്യയിൽ. അപ്പോൾ നമ്മളിപ്പോൾ അത് കാണാൻ പോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ ട്രെയിൻ ഫെസിലിറ്റി ഒക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ താമസിക്കുന്നത് ഇവിടുന്ന് ഇവിടെ മസ്ജിദ് ജമേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേഷനാണിത്. അപ്പോൾ ഇവിടുന്ന് ഒരു അഞ്ച് മിനിറ്റ് നടക്കാനുള്ള ദൂരമാണ് ഇവിടെ ഉള്ളൂ നമ്മുടെ റൂമിലേക്ക്. മെട്രോ എന്താ നമ്മുടെ ഹോട്ടലിൻ്റെ പേര്? മെട്രോ സ്റ്റാർ എന്നാണ് ഹോട്ടലിൻ്റെ പേര്. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ 5 മിനിറ്റ് നടന്നു ഈ സ്റ്റേഷനിലെത്തി. മസ്ജിദ് ജമേക്ക് എന്നാണ് ഈ സ്റ്റേഷൻ്റെ പേര്. ഇവിടെ നിന്ന് ട്രെയിൻ എടുത്തിട്ടാണ് നമ്മൾ ട്വിൻ ടവർ കാണാൻ പോകുന്നത്. അപ്പോൾ അവിടെ അതന്നെ സ്റ്റേഷൻ KLCC എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്. ഈ സ്റ്റേഷനിലാണ് ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത്. ഇത് മസ്ജിദ് ജമേക്ക് എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്. ഇവിടെ നിന്ന് 3ാമത്തെ സ്റ്റോപ്പാണ് ഈ KLCC എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ടിക്കറ്റ് എടുത്തു. ഇവിടെ നമ്മൾ നമ്മുടെ രീതിയിലല്ല, നമ്മുടെ ഇന്ത്യയിലുള്ള കേരളത്തിലുള്ള പോലെയല്ല. ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെയൊക്കെ ഉള്ളതിന് നമ്മളിവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാം. ഇവിടെയാണ് ടിക്കറ്റ് എടുക്കുന്നത്. ഇതിപ്പോൾ ഇതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഓൾറെഡി ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ ഇവിടെ എടുത്തിട്ട് നമ്മൾ KLCC ഇത് കൊടുത്തു കഴിഞ്ഞാൽ എത്ര പേരുണ്ടെന്ന് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 3 രൂപ 60 പൈസയാണ്. 3 റിങ്കറ്റ്, 60 രൂപയല്ല, 3 റിങ്കറ്റാണ്. അപ്പം നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. 5 ഇവിടെ നമ്മളിപ്പോൾ ഇത് കൊടുക്കണമെങ്കിൽ ഇവിടെ നോട്ട് വരും. അപ്പോൾ 5 രൂപ കൊടുത്തിട്ട് ഇവിടെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഓൾറെഡി നമുക്കിത് ടിക്കറ്റ് വന്നു കഴിഞ്ഞു. ബാലൻസ് പൈസയും ഇവിടെ വരും. ടിക്കറ്റും ബാലൻസ് പൈസയും ഇവിടെ വരും. അപ്പോൾ നമ്മൾ എടുത്തു. ഇനിയിപ്പോൾ നമ്മൾ പോവുകയാണ് കേട്ടോ, അകത്തേക്ക് പോവുകയാണ്. ഇവിടെ ഓപ്പണായി. ഈ ചേട്ടനും കൂടെ ഓപ്പൺ ചെയ്ത് വരുവാണ് കേട്ടോ. ഇനി ഇവിടെ നിന്ന് നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ വന്നിട്ട് ഇനിയിപ്പോൾ എങ്ങനെയാണെന്നൊന്നും കറക്റ്റായിട്ട് അറിയാൻ പാടില്ല. സ്റ്റേഷനെ കൂടെ ഒന്ന് മുകളിലേക്ക് ആവാനുള്ള സാധ്യത. ഇങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. എത്തിപ്പോയി. ഇനി നമ്മൾ സ്റ്റേഷനിലേക്കാണ് കേട്ടോ പോണേ. നമുക്കിവിടെ വന്നിട്ട് ഒന്നും അറിയില്ല, പക്ഷെ ഇങ്ങനെ ചോദിച്ച് എല്ലാ ബോർഡുകളും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചോദിച്ച് നോക്കി അങ്ങനെയൊക്കെയാണ് പോകുന്നത്. അതൊരു രസമല്ലേ. ഇവിടെ ഉണ്ട്. ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ ഇത് വെച്ചിട്ടുണ്ട്. നമുക്ക് ട്രെയിനുകൾ ഫുള്ള് ഓരോരോ ട്രെയിനിൻ്റെ ലൈനാണിത്. ഇത് റെഡ്, ഓറഞ്ച്, ഗ്രീൻ ഇങ്ങനെ ഓരോരോ ട്രെയിനിൻ്റെ ലൈനുകൾ വരുന്നതാണ്. ഇവിടെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഓരോരോ ട്രെയിനിൻ്റെ കളറുകളും ലൈനും. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ ഏത് സ്റ്റോപ്പാണ് സ്റ്റേഷനാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണക്ട് ചെയ്യേണ്ട ഏത് ട്രെയിനാണ്. ഇപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്ക് പോകേണ്ടത് KLCC ഇതാണ് പോകണം. അപ്പോൾ റെഡ് ലൈനാണ് പോകണത്. അപ്പോൾ റെഡ് ടച്ച് ചെയ്യേണ്ടത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 5 ആണ് നമുക്ക് പോകേണ്ട ട്രെയിനിൻ്റെ നമ്പർ. ഇതിൻ്റെ റെഡിൻ്റെ നമ്പർ 5 ആണ്. അപ്പോൾ ആ 5ലാണ് നമ്മൾ അപ്പോൾ ടിക്കറ്റ് എടുക്കാനൊക്കെ നോക്കേണ്ടത്. എളുപ്പമാണ്, കണ്ടുപിടിക്കാനൊക്കെ എളുപ്പമാണ്. പിന്നെ ഇതിവിടെയാണ് KL സെൻറ്റർ. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ട്രെയിനും കണക്ട് ചെയ്യുന്നത് ഈ ഒരു സെൻറ്ററിലാണ്. ഇന്നലെ ഇവിടെ നമ്മൾ 2 പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇന്നലെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇനി എടുക്കാം കേട്ടോ, പിന്നീട് എടുക്കാം. ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ മസ്ജിദ് ജമേക്ക് നമ്മൾ ആ റെഡിൽ കാണുന്നതാണ് നമ്മളിപ്പോൾ ഉള്ളത്. കണ്ടോ, മസ്ജിദ് ജമേക്ക്. അവിടെ നിന്ന് 3ാമത്തെ സ്റ്റേഷൻ KLCC. അവിടെയാണ് നമുക്ക് പോകേണ്ടത്. വേണ്ട, KLCCയിലാണ് നമ്മുടെ സ്റ്റോപ്പ്.
നമുക്ക് പോകാം. ട്രെയിൻ വന്നു. ഇതാ ഇനി ഓഫ് ചെയ്തോട്ടോ എന്നിട്ട് ഇനി ഓഫ് ചെയ്യാലോ. ഇതാ ട്രെയിനിൽ കയറിയിട്ടോ നമ്മൾ. അപ്പോൾ നമ്മൾ KLCCയിൽ ഇറങ്ങി. നമ്മൾ വന്ന റെയിൽവേ സ്റ്റേഷനാണ്. മസ്ജിദ് ജമൈക്കിൻ്റെ ഒരു സ്റ്റേഷൻ മുമ്പ് തുടങ്ങി അണ്ടർഗ്രൗണ്ടിൽ കൂടെയാണ് പോണത്, തുരങ്കത്തിൽ കൂടെയാണ് പോണേ. ഇപ്പോൾ നമ്മൾ സ്റ്റേഷനിൽ ഇറങ്ങി, നമ്മൾ വന്ന ട്രെയിൻ പോയി. ഇനി നമുക്ക് പോകാം കേട്ടോ. ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇനിയും ചോദിച്ചു പോവാം. KLCC എങ്ങോട്ടാണെന്ന് നമുക്കൊന്ന് നോക്കട്ടെ. എവിടെയാണോ? KLCC അപ്പോൾ ഇവിടെയാണ് നമുക്ക് പുറത്ത് കിടക്കണ്ടേ. ഇവിടെ ഈ കോയിൻ നമ്മൾ ഇവിടെ ഇൻസേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ പുറത്ത് കിടക്കണ്ടേ. കുഴപ്പമില്ലല്ലോ, ഇൻസേർട്ട് ചെയ്യട്ടെ? എന്നെ ഇവിടെ ഇടുവോ? ഓക്കെ, ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ ഞങ്ങളിങ്ങനെ പോന്നു കഴിഞ്ഞപ്പോൾ ടീച്ചറിൻ്റെ കോയിൻ വാങ്ങിക്കാതെ തന്നെ ഓപ്പൺ ചെയ്തു. പിന്നെ അവിടെ ഞങ്ങൾ ഓഫീസിൽ കൊടുത്തിട്ട് പോന്നു. ഇനി എങ്ങനെയാണ് പുറത്തിറങ്ങേണ്ടതെന്ന് നമുക്ക് നോക്കിയിട്ട് പോകാം. ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാ KLCC കൺവെൻഷൻ സെൻറ്റർ ഹോട്ടൽ. ഇതാ ഇങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. ഇങ്ങനെ ചോദിച്ച് പോകാൻ നല്ല രസമാണ് അല്ലേ? നമുക്കറിയാത്തൊരു സ്ഥലമൊക്കെ ഇങ്ങനെ ചോദിച്ച് പോകാനായിട്ട് അടിപൊളിയല്ലേ? നമ്മൾ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങുവാണ് കേട്ടോ. വലിയൊരു സ്റ്റേഷനാണ്. ഈ സൈഡിൽ നമ്മൾ ഇവിടെ വന്ന് ഇറങ്ങിയതാണ്. ഇവിടെയാണ് സ്റ്റേഷനായിരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മളെല്ലാവരും കേൾക്കണേ ചിൻചവർ രണ്ടും ഇങ്ങനെ ഒരു ബ്രിഡ്ജ് കണക്ട് ചെയ്തതായിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ നമ്മൾ ഇറങ്ങിയത് ഫ്രണ്ടിലാണ്. അപ്പോൾ ഞങ്ങൾക്ക് സംശയം ഇത് തന്നെയല്ലേ ചിൻചവർ. പിന്നെ പുറത്തിറങ്ങി ഞങ്ങളത് ഉറപ്പിച്ചു ഇത് തന്നെയാണെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്കറ്റിനൊക്കെ നല്ല ക്യാഷ് ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അബദ്ധം പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. ഇവിടെ പുറത്തിറങ്ങി നമ്മൾ കറക്റ്റ് ചെയ്ത് ഇതാണ് ബ്രിഡ്ജ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ടിൽ വരുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നില്ല. ഞങ്ങൾ ഫ്രണ്ടിലാണ് ഇറങ്ങിയത്. അപ്പോൾ അവിടെ ചുറ്റും നടന്ന് ഇവിടെ വന്ന് ഈ ബ്രിഡ്ജ് നമ്മൾ ഉറപ്പിച്ചതിന് ശേഷം ഇനിയിപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ്. ഇതിൽ ആ ബ്രിഡ്ജ് കയറുന്നത് അതാണ് ഇറങ്ങി വരുന്നത്. നല്ല രസമാണ്. 2 കെട്ടിടങ്ങളാണ് അത് കണ്ടോ. ഇതിപ്പോൾ നമ്മുടെ റൂമിൽ നിന്നൊക്കെ കാണാൻ പറ്റും. റൂമിൽ നിന്നല്ല, റൂമിൻ്റെ പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റും.
വാ ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോവാം.